ഇറങ്ങാൻ പറ്റൂതാ. ഇവിടെ ഹൈവേ കേട്ടാ. കണ്ട ചേട്ടാ അതായിരിക്കണം. ഇത് നമ്മളെ വീട്ടിൽ നിന്ന് ശകലമേ ഉള്ളു അല്ലേ? നല്ല കാറ്റല്ലേ, നല്ല സുഖമുണ്ട്. ഇങ്ങോട്ട് പോണ നീ എന്തൊരു വയല് കൊള്ളാം. നല്ല കറുത്തിരിക്കണം. നീ കറുപ്പെന്നല്ല, നെല്ല് അറുത്തിരിക്കണമെന്ന്. ഇത് ഉഴുന്ന് പയറല്ല. ഷൂട്ട് ചെയ്യാൻ വേണ്ടി തോക്കെടുത്താ. കള്ളര് പയറ് പോണ്ടിങ്ങനെ. ഇത് ഉഴുന്നല്ലേ? നന്നായിരിക്കണേ. ഇതിലെ തന്നെ നമ്മളിത് അതിലേ പോകുമ്പോഴത്തേക്കും ഇതിലെ നടക്കുന്ന ആൾക്കാര് കൊള്ളാമെങ്കിൽ കൊള്ളാമോ? നന്നായിരിക്കുന്നു. നല്ല സ്ഥലം അല്ല. വയനാടൊന്നും ഞാൻ പോയിട്ടില്ല, ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ചെറുപയറുണ്ട്, സാധാ പയറുണ്ട്. പണ്ടിങ്ങനെ വയലിൽ നട്ടിക്കുമല്ല, അപ്പൊ ഇതിങ്ങനെ പറിക്കുന്ന സമയമാകുമ്പോ നമ്മള് പോകും കൊച്ചിലേക്ക്. അപ്പൊ നമ്മള് പോയി അവർക്ക് പറിച്ചു കൊടുക്കുമ്പോ അവര് നമുക്ക് ഒരു പക്ഷെ പറിച്ചു കൊടുക്കുമ്പോ അതിന് 2-3 പിടിയൊക്കെ വാങ്ങിക്കും. നീ ഇപ്പൊ എന്തെങ്കിലും എടുക്കാൻ പോണേ? എന്നിട്ട് എവിടെ വാഴ നട്ടിരിക്കുന്നിടത്ത് കൊണ്ടുപോയപ്പോ പറഞ്ഞ് വയലുള്ളടത്ത് കാണുമെന്ന്. എന്ത് കളന്നാ? അല്ലെങ്കിലും പണ്ട് മീൻ പിടിക്കുന്ന പാർട്ടികളല്ലേ, അവരെ സാധനം അവര് തന്നെ എടുക്കട്ടു. കൈതോണിയില്ല, ഒന്നുമില്ല. ഇതിന്റെ അപ്പുറത്തല്ലേ നമ്മളെ വീട്? ഇതിന്റെ കുറച്ച് അപ്പുറത്ത് തന്നെ നമ്മളെ വീട്. ഇത് ഇങ്ങനെ വരണ പാർശ്വല്ല വഴിക്കാറ് വരണതാ. എന്താന്ന് വേണം അവിടെ? കറങ്ങി കളിക്കണ ഇങ്ങോട്ട് വേടാ. വാ മതി പോവാ. വയല് കണ്ടപ്പം കൊതി വന്നാ? ആ വെള്ളാണ്ടെങ്കിൽ ഉണ്ടാവോ? ഇതുകൊണ്ട് അവിടുത്തെ കുളത്തിൽ നിന്ന് തുറന്നുവിടാം.
ഇത് നിങ്ങളെ പാടം തന്നെ പാടത്തക്കളി നിങ്ങളെ പാടം തന്നെ അങ്ങോട്ട് ബാക്കിലോട്ട് പോയി. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ. നമ്മളെ വീട്ടിന് അടുത്ത് തന്നെ, പക്ഷെ ഇവിടെ ഇങ്ങനെ വന്നിട്ടില്ല. അതാ സെല്ല് പോണ സെല്ല്. എനിക്ക് എല്ലാവരും ചേട്ടനെ സെല്ലു എന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം കേട്ടാ. എനിക്കിഷ്ടം. കൊച്ചിലെ തൊട്ട് ചേട്ടനെ എല്ലാവരും സെല്ലു എന്ന് തന്നെ വിളിക്കും. അത് പിന്നെ ഇങ്ങനെ എഴുതുന്ന പേരാണ്. നല്ല ഭംഗിയായിട്ട് ഇവിടെ കാണാൻ. എന്ത് സൂപ്പർ സ്ഥലം എന്നറിയാവോ. നമ്മൾ അടുത്തായിട്ട് നമ്മൾ ഇതുവരെ വന്നിട്ടില്ല. ചേട്ടൻ നോപ്പാണ് സെല്ല് കൂട്ടാൻ പോണേ. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ. ഇനി ഞാറ് നട്ടതിനനുസരിച്ച് സെറ്റ് മുണ്ടൊക്കെ ഉടുത്തിട്ട് ഇവിടെ വരണം ഒന്ന് ഇതിൻ്റെ ഇവിടെ കൂടെ നടക്കാൻ. പണ്ട് നമ്മൾ വയലിൽ കളിക്കാൻ പോകും. നമ്മളെ കുടുംബ വീടിൻ്റെ താഴെ വയലുണ്ട്. ഇങ്ങനെ അറുത്തതിന് ശേഷം അവിടെ നമ്മൾ വൈകുന്നേരം പോയി സ്കൂളിൽ നിന്ന് വന്നിട്ടേ അവിടെ പോയിരുന്നാണ് നമ്മൾ കളിക്കണേക്കെ. എങ്ങനെയുണ്ട് തന്നെ? നല്ല സ്ഥലം, സൂപ്പർ സ്ഥലം കേട്ടാ. ഇവിടെയൊക്കെ ഇങ്ങനെ നടക്കാൻ വേണ്ടി ഇങ്ങനെ ചാല് ഇതിട്ടിട്ടുണ്ട്, സിമന്റ്. വെള്ളം പോവോ? അതിന്റെ പുറത്തൂടെ ഇങ്ങനെ നടന്നു പോകല. പണ്ടൊക്കെ ഇങ്ങനെ വരമ്പല്ലേ, പണ്ട് നമ്മൾ ഇങ്ങനെ വരമ്പെന്നാണ് പറയണേ. എന്താ നല്ല രസമുണ്ട്. ഇതിങ്ങനെ കാണാൻ വയനാട് പോലെ തോന്നണല്ലേ. ഞാൻ TV കണ്ടിട്ടുണ്ട് വയനാട്. ഇവിടെ കൂടെ അങ്ങോട്ട് വണ്ടി കൊണ്ടുപോയിരിക്കണം. അപ്പുറത്ത് കിളച്ചിട്ട് വണ്ടി കൊണ്ടുവന്നത് കണ്ടം കിളയ്ക്കാൻ. പിന്നെ ഇങ്ങനെ കളല്ലേ എവിടെ വീട്ടിലാ? ഇവിടെ നിന്ന് ഇവിടെ നിന്ന് പോവാൻ തോന്നല്ലേ ഏട്ടാ? നല്ല രസമുണ്ട് വൈകുന്നേരം ആയപ്പോ ഇങ്ങനെ വന്നിക്കാനേ. നല്ല കാറ്റുണ്ടല്ലേ. കറക്കരുത്, തല കറക്കും. എന്തൊക്കെയാ സംസാരിക്കുന്നു? ചായ കുടിക്കാൻ പോവാ. എന്നെ വിളിച്ചോണ്ട് വന്ന് ചായ വാങ്ങിത്തരാം, പലഹാരം വാങ്ങിത്തരാം. എന്നിട്ടൊന്ന് വാങ്ങി തന്നു. എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു തരാം. വാ ചായ നെയ്പ്പം മതി. ഇവിടെ നടുമ്പോ വരണം കേട്ടാ. എനിക്ക് നടാൻ അറിയാം, പിന്നെ ഇല്ല തന്നെ നടാൻ അറിയാം. ഇങ്ങനെ കള പറിക്കാൻ അറിയാം. നട്ടതിന് ശേഷം കുറേ ദിവസം കഴിയുമ്പോൾ അതിലിങ്ങനെ ചെറിയ പുല്ല് പായലൊക്കെ വരുമല്ലോ, അത് പറിച്ചെടുക്കാൻ അറിയാം. പിന്നെ എന്തോന്നു വയലിറക്കാൻ എല്ലാവർക്കും അറിയാൻ പറ്റും. എന്ന് വെച്ചാൽ നെയ്യപ്പാണ് ഇഷ്ടം. നമ്മളോട് ചായ കുടിക്കാൻ വേണ്ടി വന്നേട്ടാ. നെയ്യപ്പം എങ്ങനെ കുടിക്കാം? ഞാൻ മൊബൈലിൽ കുടിക്കുന്നുണ്ട്. നെയ്യപ്പം കഴിക്കാം. കടയുടെ ബോർഡുണ്ട്. സിറ്റിയിലുള്ള കടയില്ലേ? അതിൻ്റെ പേര് നമ്പര് ഇവിടെ എല്ലാം ഉണ്ട്. മീൻ, ബിരിയാണി, പുട്ട്, കാപ്പി,
വാങ്ങിച്ചോണ്ടൊരു ബിരിയാണി അത് അടുത്ത് വരുമ്പോഴത്തേക്കും വാങ്ങിച്ചുണ്ടല്ലോ എനിക്ക് ബിരിയാണി അത് ബിരിയാണി ബൈറ്റ് ബിരിയാണി മുളകിട്ട മീൻ കറി തന്നെ മാത്രമല്ല നെയ്പ്പം വേണ്ട വട വാങ്ങിച്ചാൽ വാങ്ങിക്കപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം ഉഴുന്നോടെ വേണ്ട എല്ലാ വോട്ടർമാരോടും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇന്ത്യയെ ഇരുണ്ട കാലഘട്ടത്തിലേക്ക് തള്ളിവിടുന്ന BJP ഭരണം അവസാനിപ്പിക്കുവാൻ മണിപ്പൂരിലും ഗോത്രയിലും നമ്മളിവിടെ വയലിൽ വന്നതേട്ടാ കഴിഞ്ഞ കിട്ടിയില്ല ഒന്നും കിട്ടില്ല പിന്നെ ഇവിടെ ഹൈവേയിൽ വന്ന് ചായ ഒക്കെ കുടിച്ച് നെയ്യപ്പം കഴിച്ച് അടുത്തതാ നമ്മളെ വീട്ടിൽ പൊയ്ക്കൊണ്ടിരിക്കുക നല്ല രസമുണ്ട് കേട്ടോ നമ്മളവിടുത്തെ സ്ഥലമൊക്കെ അങ്ങനെ നല്ല ചായ പക്ഷെ ഞാൻ അങ്ങനെ പെട്ടെന്ന് ചായ കിടന്ന് ചായ കുടിക്കില്ല പണ്ടത്തെ നമ്മളെ ഓല തട്ടുകടയില്ലേ ഓലപ്പര് ഈ പണ്ടത്തെ ആചാരം വെച്ചോണ്ടിരിക്കുന്നു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ വളർന്നു ഇപ്പൊ ഓല ഒന്നും കിട്ടാനില്ല അതുകൊണ്ടാണ് അവർ ഷീറ്റ് കിട്ടുന്നത് ഓല ഇവിടെ ഉണ്ട് പണ്ട് നമ്മളെ വീടൊക്കെ ഓലായിരുന്നു കേട്ടോ അത് പണ്ടല്ലേ നല്ല രസമുണ്ട് ഇപ്പൊ അതൊക്കെ മാറി ഇപ്പൊ എല്ലാം ഷീറ്റ് അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് കുളിച്ചോണ്ടിരിക്കുകയാണ് കൂട്ടുകാരെ ഇതും കൊള്ളാമല്ലേ കേട്ടാ കൊള്ളൂലേ നല്ല രസമുണ്ട് അവിടെ കുളം കിടക്കുന്നുണ്ട് അവിടെ അങ്ങനെ നമ്മള് വീട്ടിലെത്തി കേട്ടാ ചായയൊക്കെ കുടിച്ച് കൈതോണിക്ക് പോയി കൈതോണി കിട്ടിയില്ല ചായയൊക്കെ കുടിച്ച് പിന്നെ എന്താ നെയ്യപ്പം കഴിച്ച് അവനും വാങ്ങിക്കൊണ്ട് നമ്മളെ വീട്ടിലെത്തി ക്ഷീണിച്ച് മോഹൊക്കെ അത് കറുത്ത് പോയി ഏട്ടാ വെയിലത്ത് നടന്നത് പയറുമാട്ടി ക്യാമ്പെന്ന് പറഞ്ഞതില്ല നാടൊന്നും എടുത്തില്ല അങ്ങനെ അത് നിങ്ങൾ കണ്ടല്ലോ ഒന്നും എടുത്തില്ല ഒന്നും അതിനുള്ളതൊന്നായില്ല ഇനി കുറെ പണിയുണ്ട് അരി അരക്കണം മില്ല മുട്ട് പറിക്കണം കെട്ടണം അങ്ങനെയൊക്കെ കുറെ പണിയുണ്ട് ഇപ്പം കുറെ ദിവസങ്ങൾ നമ്മൾ എന്നും നിറയെ മുല്ലപ്പൂ കിട്ടിയിട്ട് കേട്ടാ രാവിലെ കോവില് നിറച്ച് കിട്ടും ഇപ്പം നിറച്ച് ഇന്നലെ കുറെ കിട്ടി നിറയെ ഇട്ടായിരുന്നു ശരി പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാരും കാണണം സപ്പോർട്ട് ചെയ്യണം